ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെം എം.കോം ബിസിനസ് എൻവിറോൺമെൻറ്റ് ആൻഡ് പോളിസിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 5 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. അപ്പോൾ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ സാലിയൻ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സാണുള്ളത്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആക്ട് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മളൊരു കൺസ്യൂമർ ആണെന്ന് വിചാരിക്കുക. നമുക്ക് കൺസ്യൂമേഴ്സിന് എന്ത് വരാം? കംപ്ലയിൻസ് വരാം അല്ലേ? അത് ഗുഡ്സിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും സർവീസസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കംപ്ലയിൻറ്റ് വരാം. അപ്പോൾ ഈ കംപ്ലയിൻറ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ സ്പീഡി ആയിട്ട് റീഡ്രസൽ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ആക്ട് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതാണ് ആദ്യത്തെ ഫീച്ചർ. പിന്നെ പറയുന്നത് ഈ ഒരു ബില്ല് എന്ത് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്? ഒരു കൺസ്യൂമർ റീഡ്രസൽ ഫോറം. എല്ലാ ഡിസ്ട്രിക്റ്റിലും എന്തുണ്ടായിരിക്കും? ഒരു കൺസ്യൂമർ റീഡ്രസൽ ഫോറം ഉണ്ടായിരിക്കും. ഇത് ഒരു കമ്മീഷനാണ്, സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഉള്ള ഒരു കമ്മീഷനാണ് ഈ പറയുന്ന കൺസ്യൂമർ റീഡ്രസൽ ഫോറം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫോറം എന്തിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? കൺസ്യൂമർ മൂവ്മെൻറ്റ്, വോളണ്ടറി ആയിട്ടുള്ള കൺസ്യൂമർ മൂവ്മെൻറ്റിനെയും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എൻഷുർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു കമ്മീഷൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ബില്ല് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ്, സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. കൗൺസിൽസിൽ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സും ഉണ്ടായിരിക്കും, ഒഫീഷ്യൽ മെമ്പേഴ്സും ഉണ്ടായിരിക്കും. കൗൺസിലിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? മെയിനായിട്ട് കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് എന്തിനുള്ളത്? ഈ കൗൺസിൽസിന്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ് ുള്ളത്. അതുപോലെ തന്നെ ഇനി എന്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ എല്ലാ ഗുഡ്സും എല്ലാ സർവീസസും വരും. ചില ഗുഡ്സും സർവീസസും മാത്രം നമ്മുടെ നോട്ടിഫിക്കേഷൻ വഴി സെൻട്രൽ ഗവൺമെൻറ് സ്പെഷ്യലി എന്ത് ചെയ്തിട്ടുണ്ട്? എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊഴിച്ച് ബാക്കി എല്ലാ ഗുഡ്സും സർവീസസും എന്തിൽ വരും? നമുക്ക് കംപ്ലൈൻറ്റിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നെസസറി ആയിട്ടുള്ള പീനലും പണിഷേറ്റീവ് പ്രൊവിഷൻസും കോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇഫക്റ്റീവായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെസസറി ആയിട്ടുള്ള പീനലും പണിഷേറ്റീവ് പ്രൊവിഷൻസും എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നാൽ അവർക്ക് നല്ല രീതിയിൽ തന്നെ എന്ത് കിട്ടും? പണിഷ്മെൻറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇനി ആർക്കൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യാം? മെയിനായിട്ട് കൺസ്യൂമേഴ്സിനാണ് അല്ലേ? അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന് ചെയ്യാം, ഏതെങ്കിലും ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ കമ്പനി, ഇതൊക്കെ കൺസ്യൂമേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് ഇവർക്കൊക്കെ പറ്റും. ഇല്ലെങ്കിൽ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും എന്ത് ചെയ്യാനായിട്ട് പറ്റും? കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്തിൻ്റെ പേരിലൊക്കെ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം? എന്തെങ്കിലും അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് നടന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ലോസ് അല്ലെങ്കിൽ ഡാമേജ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാം. അതുപോലെ ഗുഡ്സ് നമ്മൾ വാങ്ങിയതിൽ ഗുഡ്സിന് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സർവീസസ് നമുക്ക് കിട്ടിയത് ഡെഫിഷ്യൻസിയാണ്, നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സർവീസസ് കിട്ടിയിട്ടില്ല. അതുപോലെ നമ്മുടെ ഇന്ന് കൂടുതലായിട്ട് പ്രൈസ് മേടിക്കുകയാണ്. നമ്മുടെ പാക്കറ്റ്സിലൊക്കെ പ്രൈസ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഡിസ്പ്ലേ ചെയ്യുന്നത്? അതിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ ലോ പറയുന്നതിനേക്കാളും കൂടുതൽ പ്രൈസ് നിങ്ങളുടെ നിന്ന് വാങ്ങുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 മെയിനായിട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ കൺസ്യൂമറിൻ്റെ കംപ്ലയിൻസ് റീഡ്രസൽ ചെയ്യാനാണ് ഈ ഒരു ആക്ടിൻ്റെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് നോട്ട്സ് ഓൺ ദ ഫോളോയിങ്. 2 സബ്ജക്റ്റ് തന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് കുറച്ച് നോട്ട്സ് എഴുതാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ കുറിച്ചും ഒന്ന് എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 കുറിച്ചുമാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് പറയാം അല്ലേ? അതായത് കസ്തൂരി രംഗൻ റിപ്പോർട്ടിലേക്ക് വരുന്നതിന് മുന്നേ ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഉണ്ടായി. ഈ ഗാഡ്ഗിൽ
കമ്മിറ്റി എന്ത് ചെയ്തു, അവരുടെ റിപ്പോർട്ട്സ് ആർക്ക് സബ്മിറ്റ് ചെയ്തു, ഗാഡ്ഗിൽ റിപ്പോർട്ട് MOEFന് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു കമ്മിറ്റി ഡിസൈഡ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എന്താണ്, വെസ്റ്റേൺ ഗട്ട്സ് ഏരിയനെ ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. വെസ്റ്റേൺ ഗട്ട് ഏരിയനെ ESA സോൺ, അതായത് ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ സോൺ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഓരോ സോണിനും ഓരോ ലെവൽ ഓഫ് റെസ്ട്രിക്ഷൻസ്, അവരുടെ ആ ഒരു വേരിയസ് ഡിഗ്രീസ് ഓഫ് റെസ്ട്രിക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കംപ്ലയിൻസും ഗ്രീവൻസസും ഒക്കെ വേരിയസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും പബ്ലിക്കും പറയാനായിട്ട് തുടങ്ങി. ഈ ഒരു റിപ്പോർട്ടിനെ, ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് കുറേ കംപ്ലയിൻസും ഗ്രീവൻസും ഒക്കെ വന്നപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ഡിസൈഡ് ചെയ്തു, ഒന്നുകൂടി റിപ്പോർട്ട് റീവാലുവേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ റീവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി എന്ന് പറയുന്നത്. അവർ പ്രൊവൈഡ് ചെയ്ത അല്ലെങ്കിൽ അവർ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട്. ഈ ഒരു റിപ്പോർട്ടിൽ എന്താണ് അവർ കൊണ്ടുവന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് 37% ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് മാത്രമായി എന്തിൽ വരുന്നത്, ഈ ഒരു ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ സോണിൽ വരുന്നത്. പക്ഷേ ഗാഡ്ഗിൽ റിപ്പോർട്ട് സജസ്റ്റ് ചെയ്തത് എത്ര പെർസെൻറ്റേജാണ്, 64% ആണ്. അതിൽ നിന്ന് 37% ആക്കിയിട്ട് ആര് മാറ്റി, കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ 37% ആയിട്ട് മാറ്റി. അതുപോലെ തന്നെ പിന്നെ വന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു കസ്തൂരി രംഗൻ റിപ്പോർട്ട് അല്ലെങ്കിൽ കസ്തൂരി രംഗനാണ് ഈ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു റിപ്പോർട്ടിൽ എന്ത് റെക്കമെൻഡ് ചെയ്തു, ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് 60,000 കിലോമീറ്റർ സ്ക്വയർ ഇക്കോളജിക്കലി ഇതായിട്ടുള്ള ഏരിയാസ് സ്പ്രെഡ് ചെയ്തിരുന്ന ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര, ഗോവ, കേരള, തമിഴ്നാടു ഇവിടെയൊക്കെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസും അദ്ദേഹം എന്ത് ചെയ്തു, പ്രൊഹിബിഷൻ ചെയ്തു. ഒരു 60,000 കിലോമീറ്റർ സ്ക്വയറിനുള്ളിൽ വരുന്ന ആ ഒരു ഏരിയയിൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസും പ്രൊഹിബിഷൻ ചെയ്യാനായിട്ട് അദ്ദേഹം ഈ ഒരു റിപ്പോർട്ടിലൂടെ എന്ത് ചെയ്തു, റെക്കമെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഏകദേശം കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നോട്ടല്ലേ ചോദിച്ചിട്ടുള്ളത്, വേറെയും ഒരു സബ്ജക്റ്റ് ഉള്ള കാരണം കൊണ്ട് കുറച്ച് ഏകദേശം ഒന്ന് ഔട്ട്ലൈൻ പോലെ കൊടുത്താൽ മതി. ഓക്കെ, ഇനി പിന്നെ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് എന്താ, എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആണ് അല്ലേ. എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അപ്പോൾ ഈ ഒരു ആക്ട് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മുടെ പേര് പോലെ തന്നെ എൻവിറോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, എൻവിറോൺമെൻറ്റിനെ ഇമ്പ്രൂവ് ചെയ്യുക, എൻവിറോൺമെൻറ്റിൻ്റെ മാറ്റേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്റ്റാണ് എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആക്ട് സെൻട്രൽ ഗവൺമെൻറ്റിനെ ഓതറൈസ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, എൻവിറോൺമെൻറ്റൽ ക്വാളിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുക. പല സോഴ്സസിൽ നിന്ന് പല ടൈപ്പ് ഓഫ് പൊല്യൂഷൻ വരുന്നുണ്ട് അല്ലേ, ഇതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ് വരുന്നുണ്ട്, അതിനെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനെ അതോറൈസ് ചെയ്തിട്ടുള്ള ഒരു ആക്റ്റാണ് എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. ഈ ഒരു ആക്ട് എനാക്ട് ചെയ്തത് 1986 എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്, മെയിനായിട്ട് എൻവിറോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിനെ എംപവർ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, അതായത് എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ, എല്ലാ ഫോംസിലുള്ള എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻസ് പ്രിവെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും അല്ലേ, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കൺട്രിയിൽ പലതരത്തിലുള്ള എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അതിനെയൊക്കെ ടാക്കിൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് വന്നിട്ടുള്ള ഒരു ആക്റ്റാണ് എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്നുള്ളത് കേട്ടോ. ഇത്ര എഴുതിയാൽ മതി നമ്മുടെ എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ജസ്റ്റ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി വയ്ക്കുക, ഒബ്ജക്റ്റീവ്സ് എഴുതുക. കാരണം എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് മാത്രമാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇതും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഒന്ന് എഴുതുന്നത് ആഡ് ചെയ്യുന്നത് ഓക്കെ ആയിരിക്കും. അതല്ല നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വേറെയും സബ്ജക്റ്റ് തന്നിട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുള്ളായിട്ട് ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബാക്കി ഇമ്പോർട്ടൻറ്റ് വീഡിയോസൊക്കെ നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സ് വേണമെന്നുണ്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം കേട്ടോ.